നിങ്ങൾ അമിതമായ ക്ഷീണം, കുറച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ മസിൽ പെയിൻ, മസിൽ ക്രാംസ്, മുടി കൊഴിച്ചൽ, അകാരണമായിട്ടുള്ള പനി, ജലദോഷം, ചുമ, എപ്പോഴും ഉന്മേഷക്കുറവൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കാനുള്ള സമയമായിരിക്കുന്നു. ഹായ്, ആം ഡോക്ടർ ആഷിദ്. വിറ്റമിൻ D3 സൂര്യപ്രകാശം നമ്മുടെ തൊലിപ്പുറത്ത് തട്ടുമ്പോൾ അതിലുണ്ടാകുന്ന UVB റേസിലൂടെ മാത്രം സിന്തസൈസ് ചെയ്യുന്ന വിറ്റമിനാണ് വിറ്റമിൻ D3. വിറ്റമിൻ D3 നമുക്ക് ശരീരത്തിലെ 25 ഹൈഡ്രോക്സി വിറ്റമിൻ ഡി ലെവൽ നോക്കുന്നതിലൂടെ അറിയാൻ പറ്റും. വിറ്റമിൻ ഡിയുടെ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും, എല്ലിൻ്റെ സ്ട്രെങ്ത് കൂട്ടും, മസിൽ പെയിൻ, മസിൽ ക്രാംസ് കുറക്കും, ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. പുതുതായിട്ടുള്ള സ്റ്റഡി പറയുന്നത് കുറേ അധികം ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വിറ്റമിൻ D3 ഉണ്ട്. വിറ്റമിൻ D3 നമ്മുടെ എനർജി, മൂഡൊക്കെ എലവേറ്റ് ചെയ്ത് വെക്കും. വിറ്റമിൻ D3 നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം പോലെയുള്ള മിനറൽസിൻ്റെ അബ്സോർപ്ഷനും സഹായിക്കും. വിറ്റമിൻ D3 സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ അതിൽ വിറ്റമിൻ K2 അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കണം. വിറ്റമിൻ K2 വിറ്റമിൻ D3യുടെ അബ്സോർപ്ഷൻ ഇഫക്റ്റും കൂട്ടും. വിറ്റമിൻ ഡി ഒരു ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻ ആയതുകൊണ്ട് തന്നെ ബട്ടർ, ചീസ്, എഗ്ഗ്, അവക്കാഡോ, നട്ട്സ് ഇതുപോലെയുള്ള ഫാറ്റ് അടങ്ങിയ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ബെറ്റർ അബ്സോർപ്ഷൻ ആയിരിക്കും. വിറ്റമിൻ D3യുടെ ഡോസ് വരുന്നത് 1000 ഇൻ്റർനാഷണൽ യൂണിറ്റ് മുതൽ 6000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെയാണ്. ഒരു ദിവസം 6000 വരെ നമുക്ക് കഴിക്കാൻ പറ്റും. ഹയർ ഡോസ് കഴിക്കുന്നവർ 3-4 മന്ത്സിന് ശേഷം ഒരു ബ്രേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും കഴിക്കുക.